പ്രിയ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ ഒമാനിലെ മലയാളി പ്രവാസികളും ആദ്യമായും അവസാനമായും 2000-ലാണ് വി എസ് മസ്കറ്റിലെത്തുന്നത്. 5 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ നിരവധി പരിപാടികളിലായി അദ്ദേഹം പ്രവാസികളുമായി അടുത്തിടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുമാണ് മടങ്ങിയത്. 25 വർഷം മുമ്പാണ് വി എസ് ഒമാനിലെത്തുന്നത്. 5 ദിവസം നീണ്ടുന്ന ഒമാൻ സന്ദർശനത്തിൽ നിരവധി പരിപാടികളിൽ വി എസ് സംബന്ധിച്ചു. റൂബി CBDയിലുള്ള ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന് പൗരസ്വീകരണം ഒരുക്കിയിരുന്നു. ഈ പരിപാടിയിൽ സുബ്രഹ്മണ്യപ്പറ്റിയുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ മനസ്സിലുണ്ടെന്ന് അന്നത്തെ കൈരളി ഒമാൻ ഭാരവാഹിയായിരുന്ന PM ജാബിർ പറയുന്നു. സുഹാർ സീബ് ഉൾപ്പെടെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വി എസിന് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നു. നിസ്വയിൽ നിന്ന് മുദബിയിലേക്കുള്ള വഴിയുള്ള അയൽക്കല എന്ന പ്രദേശത്ത് ഒരുക്കിയ സ്വീകരണത്തിൽ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടതെന്നും ജാബിർ ഓർമ്മിക്കുന്നു. അൽക്കല എന്ന പ്രദേശത്ത് ഒരു തൊഴിലാളി ക്യാമ്പിൽ നൽകിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് അദ്ദേഹത്തെ കേൾക്കാനായി വളരെ വൈകിട്ട് പോലും എത്തിയിട്ടുള്ളത്. വളരെ അദ്ദേഹത്തിന്റെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ നർമ്മബോധം, പലർക്കും അറിയാത്ത നർമ്മബോധം പോലും മനസ്സിലാക്കാൻ ആ സമയത്ത് സാധിച്ചിട്ടുണ്ടായി. സ്വീകരണ പരിപാടികളിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാനും വി എസ് ശ്രമിച്ചിരുന്നു. മടങ്ങിയതിനു ശേഷം പ്രവാസികളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാൻ നിരന്തരം ബന്ധപ്പെടുമായിരുന്നെന്നും പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കിയപ്പോൾ അതിലേക്ക് ആളെ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നുവെന്നും മസ്കത്തിലെ പ്രവാസി മലയാളികൾ പറയുന്നു. മീഡിയ 1, മസ്കത്ത്.